INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ ചെയ്ത കോഴിക്കോട് സ്വദേശി കസ്റ്റഡിയിലായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്ന വ്യാജേനയാണ് ഇയാൾ ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്ക് വിളിച്ചത്. SS ചരൺ വിവരങ്ങളുമായി. ചരൺ, ഇതെന്താണ് വാർത്ത? എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, വെള്ളിയാഴ്ച രാവിലെയാണ് ഇത്തരത്തിലൊരു കോള് ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ രാഘവൻ എന്ന പേരിലാണ് ഇയാൾ വിളിച്ചിരുന്നത്. അപ്പോൾ സംശയം തോന്നിയ നാവികസേന നേവി ഉദ്യോഗസ്ഥർ ഈ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. അങ്ങനെ ഹാർബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണവും ആരംഭിച്ചിരുന്നതാണ്. ഇപ്പോൾ പ്രതിയായ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഹാർബർ പോലീസ് ആൾമാറാട്ടത്തിൻ്റെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. BNS 319 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. അതിന് പിന്നാലെ ഇയാളുടെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി കോഴിക്കോട് എത്തുകയും, അതായത് ഹാർബർ പോലീസ് സംഘം കോഴിക്കോട് എത്തുകയും ഇയാളെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ എറണാകുളം ACP ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് കൂടി, ഔദ്യോഗിക രഹസ്യ നിയമം കൂടി ചുമത്തിയിട്ടുണ്ടെന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കോൾ ഇയാൾ ചെയ്തതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ കോഴിക്കോട് സ്വദേശിയാണോ? എന്താണ് ഇയാളുടെ ജോലി? ഇയാളുടെ മറ്റ് വിവരങ്ങൾ എന്താണ് പോലീസ് പറയുന്നത്? ഇയാൾ കോഴിക്കോട് സ്വദേശിയാണ്. ഇത്തരത്തിൽ ഒരു കോൾ വന്നതിന് പിന്നാലെ തന്നെ, അതായത് നാവികസേന ആസ്ഥാനത്തേക്ക് കോൾ വന്നതിന് പിന്നാലെ തന്നെ ആ വിവരം പോലീസിന് കൈമാറുമ്പോൾ പോലീസ് ഈ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോരുന്നതാണ്. അപ്പോൾ ഇത് കോഴിക്കോട് സ്വദേശിയാണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷമാണ് ഇത് മുജീബ് റഹ്മാൻ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിരുന്നത്. മുജീബ് റഹ്മാൻ്റെ ജോലി എന്താണ്, പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ എറണാകുളം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ചോദ്യം ചെയ്യലിനിടയിൽ ഒരു കൃത്യമായ മറുപടി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ ചെയ്ത കോഴിക്കോട് സ്വദേശിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്ക് വിളിച്ചത്. SS ചരണാണ് വിവരങ്ങൾ നൽകിയത്.